വീണ്ടും ഒരു ട്രഡീഷണൽ റെസിപ്പി മാങ്ങാ ചമ്മന്തി. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. മുന്നേ നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിരുന്നു, 2 തരം മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതും കൂടി ഒന്ന് കാണണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കാം, കാണാൻ മറക്കല്ലേ. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മാങ്ങ നല്ല പുളിയുണ്ട്. അത് ഏകദേശം ഒരു 50 ഗ്രാം മുതൽ 75 ഗ്രാം വരെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാ കൊത്ത് ഒരു 100 ഗ്രാം, ചെറിയുള്ളി ഒരു 8 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം, വറ്റൽമുളക് ഒരു 10 മുതൽ 12 വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഈ ചമ്മന്തിയുടെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല റെഡ് കളറാണ് വേണ്ടത്, അതിനനുസരിച്ച് എടുക്കാം. ഇത് പോരെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി കൂടെ ചേർക്കാം നിറത്തിന് വേണ്ടി. കറി ലീവ്സ് ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ എടുത്തിട്ടുണ്ട്. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നാലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രുചിയും മറ്റത് ഇതിൻ്റെ കളറും ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇൻഗ്രീഡിയൻസ് വറുത്തെടുത്ത് ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് കാരമലൈസ് ആവുന്നത് വരെ നമുക്കിതിങ്ങനെ സോട്ടേ ചെയ്തുകൊണ്ടിരിക്കണം. So sauteing red chilies in oil is one way to enhance the color without adding extra red chilies or spiciness. ഇതിലിപ്പം മുളകൊക്കെ ഒന്ന് പപ്പപ്പായിട്ടുണ്ട്, അതിൻ്റെ നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇത് പുറത്തെടുക്കാനുള്ള സമയം, നമുക്ക് ഈ വഴറ്റൽ നിർത്താനുള്ള സമയം. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കറി ലീവ്സ് ഈ ചൂടത്തൊന്ന് കിടന്ന് അതിൻ്റെ പച്ച രുചിയൊന്ന് മാറിയാൽ മാത്രം മതി. ഈ സമയത്ത് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. കറി ലീവ്സ് ചേർത്ത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നല്ലോണം കൂൾ ഡൗൺ ആയതിനു ശേഷം മാത്രമേ നമ്മൾ മാങ്ങയുടെയും ഇഞ്ചിയുടെയും കൂടെ ചേർത്ത് അരയ്ക്കുള്ളൂ. ഇല്ലെങ്കിൽ മാങ്ങയുടെ സ്വാദ്, ആ പച്ച സ്വാദ് മാറിപ്പോകും. ഇവിടെ ഇഞ്ചി ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാങ്ങ അതുപോലെ തന്നെ വെക്കാം, മാങ്ങ പെട്ടെന്ന് എങ്ങനെയായാലും നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. ഇത് നമ്മുടെ വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങയും ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം. ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നത് കല്ലുപ്പാണ്. അത് ഗ്രൈൻഡിങ്ങിന് ഒന്ന് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് സ്പീഡപ്പ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതാ വെള്ളം ചേർക്കാതെ ഉരുള പിടിച്ചാൽ കിട്ടുന്ന പാകത്തിന് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മുടെ ചമ്മന്തി റെഡിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. മാങ്ങാക്കാലം തീരാറായി. മുൻപത്തെ വീഡിയോയിലെ 2 മാങ്ങാ ചമ്മന്തിയും ട്രൈ ചെയ്യണം. അതും നല്ല ടേസ്റ്റിയാണ്. 3 വിധത്തിലുള്ളതാണ്. 3 നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ.